ഒരു കൊല്ലംകാരിയായ എനിക്ക് കണ്ണൂരുകാരെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എൻ്റെ ഒരു മൈൻഡ് സെറ്റിൽ കണ്ണൂരുകാർ കുറച്ച് പ്രശ്നമാണ്, ഇത്തിരി ഒരു ബോംബ്, ഇത്തിരി ടെറർ സ്വഭാവം, കുറച്ച് പ്രശ്നക്കാരായിട്ടുള്ള ആൾക്കാർ, അങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ ഒരു മൈൻഡ് സെറ്റിൽ. പക്ഷെ കുറച്ച് ദിവസം ഞാൻ കണ്ണൂർ പോയി നിൽക്കാനിടയുണ്ടായി. ഇത്രയും നല്ല ആൾക്കാർ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇവിടുന്ന് പറക്കി കെട്ടി അങ്ങോട്ട് പോയത് തെയ്യം കാണാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഈ റീൽസിലല്ലാണ്ട് ഇതുവരെ അതൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെയാണ് നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് പോയത്. തെയ്യം കാണാൻ പോയിട്ട് അവിടുന്ന് കഴിച്ച ഫുഡും അവിടെ പരിചയപ്പെട്ട ആൾക്കാരും സ്ഥലങ്ങളും എന്തിനു കൂടുതൽ പറഞ്ഞത് ഈ ഇരിക്കുന്ന മോട്ട് വരെ എനിക്ക് ഭയങ്കര സ്പെഷ്യലായി മാറി. ഓൾറെഡി ഇവർ ഭയങ്കര സൽക്കാരപ്രിയരാണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ വേറൊരു സ്ഥലത്ത് നിന്ന് ചെന്നതും കൂടി ആണെങ്കിൽ ഇവരുടെ ആ ഒരു സൽക്കാരത്തിന്റെ റേഞ്ചൊക്കെ അങ്ങ് കൂടും. ആകെ എനിക്ക് കണ്ണൂരിൽ നിന്ന് ട്രോമ കിട്ടിയത് ഈ ഒരു കോട്ടയിൽ നിന്ന് മാത്രമാണ്. സൂര്യൻ ഉച്ചിയിൽ കത്തി നിൽക്കുന്ന സമയത്താണ് മൈഗ്രെയിൻ ഉള്ള എന്നെ വിളിച്ചുകൊണ്ട് കോട്ട കാണാൻ പോയത്. തിരിച്ചിറങ്ങിയപ്പോൾ മറ്റേ ഫ്രണ്ട്സിലെ അരവിന്ദനായിരുന്നു. പിന്നെ ഏറ്റവും കൂടുതൽ ഞാൻ ഇവിടെ ശ്രദ്ധിച്ച ഒരു കാര്യം, ഇവിടുത്തെ ലേഡീസ് ഭയങ്കര ആക്റ്റീവാണ്. അതിപ്പോൾ പ്രായമായവരാണെങ്കിലും കൊച്ചു കുട്ടികളാണെങ്കിലും ഓരോ കാര്യങ്ങൾക്കും ഭയങ്കര ആക്റ്റീവാണ്. നമ്മൾ ഈ തെയ്യം കാണാൻ വേണ്ടിയിട്ട് പോയ അമ്പലത്തിൽ വോളണ്ടിയേഴ്സ് ആയിട്ട് നിൽക്കുന്നതൊക്കെ ലേഡീസ് ആണ്. അവർ ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്നതും അറേഞ്ച് ചെയ്യുന്നത്. അങ്ങനെ ആകെ മൊത്തത്തിൽ എല്ലാവരും നല്ലൊരു വൈബ് നാട്. സോ എൻ്റെ ഏറ്റവും നല്ല മെമ്മറീസിൽ ഇനി കണ്ണൂരിനൊരു സ്പെഷ്യൽ സ്ഥാനം ഉണ്ടാവും. ഒരിക്കലും കണ്ണൂർ വന്നു കഴിഞ്ഞാൽ പിന്നെയും ഇവിടേക്ക് തന്നെ തിരിച്ചു വരാൻ വേണ്ടിയിട്ടുള്ള എന്തോ ഒരു സ്പെഷ്യൽ മാജിക് കണ്ണൂരിനുണ്ട്.